ഒരിക്കലും വേഗത കുറയാത്ത ഒരു നഗരത്തിലെ തിരക്കേറിയ തെരുവുകൾ ജീവിതം ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമ്പോഴും ഒരമ്മ തന്റെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ പാടുപെടുകയാണ്. ഓരോ ദിവസവും ഒരു യുദ്ധമായിരുന്നു. ഓരോ നേരത്തെ ഭക്ഷണവും ഒരു വെല്ലുവിളിയായിരുന്നു. എങ്കിലും വഴി എത്ര തന്നെ ദുർഘടമാണെങ്കിലും തന്റെ സാഹചര്യങ്ങൾ തന്റെ ഭാവിയെ നിർണയിക്കാൻ അവർ അനുവദിച്ചതേയില്ല. ധൈര്യത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും എണ്ണമറ്റ ത്യാഗങ്ങളിലൂടെയും ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു യാത്രയിലേക്ക് അവർ എത്തിച്ചേർന്നു. ഏവർക്കും നമസ്കാരം. സിനിമാ കഥയിലേക്ക് സ്വാഗതം. ഏറെ രസകരമായ ദി ഡംപ്ലിംഗ് ക്വീൻ എന്ന ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് കടക്കാം. കഥയെ ആരംഭിക്കുന്നത് 1976 ചിങ്ദാവോയിലെ ഒരു ശാന്തവും വിദൂരവുമായ ഗ്രാമത്തിൽ ഷിൻഹി എന്ന മധ്യവയസ്കയായ സ്ത്രീ തന്റെ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം തന്റെ 2 പെൺമക്കളെയും കൂട്ടി ജീവിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് ചങ്ക എന്ന നഗരത്തിൽ കുറച്ചകലെയായിട്ടാണ് താമസിക്കുന്നത്. കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു അവൻ ജിൻഹിയെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങളായി അവൾ തന്റെ കുട്ടികളെ തന്റെ അമ്മയുടെ വീട്ടിൽ നിർത്തി വളർത്തി. അവനായി അവൾ കാത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഒടുവിൽ അവനിൽ നിന്ന് അവൾക്കൊരു സന്ദേശം വന്നിരിക്കുകയാണ്. അവളുടെ ഭർത്താവ് തായ്ലൻഡിൽ സ്ഥിര താമസമാക്കാൻ പോകുന്നു. അവരെ കൂടി അങ്ങോട്ടേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. അങ്ങനെ അവർ പുറപ്പെടുന്നതിന്റെ തലേ ദിവസം കുടുംബം അവസാനമായി ഒരുമിച്ചുകൂടി. അവർ ഒരുമിച്ച് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായ ഡംപ്ലിങ്സ് ഉണ്ടാക്കി. കൊഴുക്കട്ട പോലെയുള്ള ഒരു വിഭവമാണ് അത്. അമ്മ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും കൂടിയാണ് അവ ഉണ്ടാക്കുന്നത്. എങ്കിലും ജിൻഹി ഉണ്ടാക്കുന്ന ഡംപ്ലിങ്സ് ആയിരുന്നു കൂടുതൽ രുചിയെന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിക്കും. അവൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരമ്മായി അവളുടെ കയ്യിൽ ഒരു ഫോൺ നമ്പർ വെച്ചു കൊടുത്തു. ഹോങ്കോങ്ങിൽ താമസിക്കുന്ന ജിൻ എന്ന കസിൻ സഹോദരിയുടെ നമ്പറാണത്. നിനക്കെപ്പോഴെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവളെ ബന്ധപ്പെട്ടാൽ മതി എന്നമ്മായി മൃദുവായി അവളോട് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം രാവിലെ ജിൻഹി തന്റെ മക്കളോടൊപ്പം ചങ്കയിലേക്ക് യാത്ര തിരിച്ചു. സ്റ്റേഷനിൽ അവളുടെ ഭർത്താവ് ഹാൻജോ കാത്തുനിപ്പുണ്ടായിരുന്നു. ഒപ്പം അവന്റെ അമ്മയുമുണ്ട്. എന്നാൽ അവർ അടുത്തതായി പറഞ്ഞത് ജിൻഹിയുടെ ലോകം തകർത്തു കളഞ്ഞു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ മകനെ തായ്ലൻഡിലെ ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചു. അവനിപ്പോ തായ്ലൻഡിൽ തന്റെ പുതിയ ഭാര്യയുടെ ബിസിനസ് നോക്കി നടത്തുകയാണ്. അവരുടെ വീട്ടിലേക്ക് ഒരു വേലക്കാരി ആവശ്യമുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയി ആ ജോലി സ്വീകരിച്ച് നിനക്ക് അവരുടെ കൂടെ നിൽക്കാം. ജിൻഹി അത് കേട്ടതും പൂർണ്ണമായും ഒന്ന് സ്തംഭിച്ചു പോയി. രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് അവൾ അറിഞ്ഞിരുന്നു പോലുമില്ല. താനും മക്കളും ഒന്നിച്ച് ഭർത്താവിനൊപ്പം പുതിയൊരു ജീവിതം പടുത്തുയർത്താൻ പോവുകയാണ് എന്നായിരുന്നു അവൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ആ നിമിഷത്തിൽ അതത്രയും ഇല്ലാതായിരിക്കുന്നു. അന്ന് വൈകുന്നേരം വികസിക്കാത്ത ആ നഗരത്തിലെ ഒരു ചെറിയ മുറിയിലേക്ക് ഹാൻജോ അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ ജിൻഹിയോട് ഡംപ്ലിങ്സ് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അവൾ ശാന്തമായി മികച്ച രീതിയിൽ എല്ലാവർക്കും വേണ്ടി അതുണ്ടാക്കി. അവർ ഭക്ഷണം കഴിക്കുമ്പോ നാളെ താൻ തായ്ലാന്റിലേക്ക് പോകും എന്ന് അയാൾ പ്രഖ്യാപിച്ചു. പക്ഷേ ജിൻഹി അതിനെതിരെ പ്രതികരിച്ചു. എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റും, നിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ പറ്റും. പക്ഷേ മറ്റൊരു സ്ത്രീയുടെ വേലക്കാരിയാകാൻ എനിക്ക് കഴിയില്ല. നിനക്ക് പറ്റുമെങ്കിൽ ഞങ്ങളെ ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുപോ. നമുക്ക് രണ്ടാൾക്കും ജോലി ചെയ്യാം, കുട്ടികളെ സ്കൂളിൽ അയക്കാം, നമുക്കൊന്നിച്ച് എന്തെങ്കിലും പടുത്തുയർത്താം. പക്ഷേ ഹാൻജോയുടെ മറുപടി മൗനമായിരുന്നു. വൈകാതെ അയാൾ തന്റെ അന്തിമ തീരുമാനവും പറഞ്ഞു. നാളെ അവൻ തായ്ലാന്റിലേക്ക് പോകും. വൈകാതെ അവൻ അവിടം വിട്ടിറങ്ങി. മക്കൾ പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അയാൾ തിരിഞ്ഞു നോക്കിയില്ല. തനിക്കറിയാത്ത ഒരു നഗരത്തിൽ 2 കുട്ടികളുമായി ഒരു പദ്ധതിയുമില്ലാതെ ജിൻഹി തനിച്ചു നിന്നു. നാട്ടിലേക്ക് തിരികെ പോകുന്നത് അമ്മയുടെ ഹൃദയം തകർക്കുകയുള്ളൂ എന്നവൾ ചിന്തിച്ചു. പക്ഷെ അവിടെ എങ്ങനെ ജീവിക്കും? അവളുടെ ഉള്ളിൽ ആശങ്കകൾ നിറഞ്ഞു. അവൾ അവിടെ തന്നെ തുടരാനും പോരാടാനും ഒടുവിൽ തീരുമാനിച്ചു. ആദ്യമായി അവൾക്കൊരു ജോലി വേണമായിരുന്നു. എന്നാൽ അവിടുത്തെ പ്രാദേശിക ഭാഷ വ്യത്യസ്തമാണ്. ആളുകൾക്ക് അവൾ പറയുന്നത് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അവൾ പ്രായമായ ഒരു ദമ്പതികളുടെ കടയിലേക്ക് നടന്നു ചെന്നു. ശാന്തവും ധീരവുമായ ഒരു കാര്യമങ്ങ് ചെയ്തു. അവൾ ഒരു പേപ്പറിൽ എഴുതി, എനിക്കൊരു ജോലി വേണം, പ്ലാസ്റ്റിക് പൂക്കൾ തനിക്കുണ്ടാക്കാൻ അറിയാമെന്ന് അവൾ അവർക്ക് കാണിച്ചു കൊടുത്തു. ആ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് അപ്പോൾ തന്നെ അവൾക്ക് ജോലി നൽകി. അന്ന് രാത്രി ജിൻഹി ഉറങ്ങിയില്ല. ഇരുട്ടി വെളുക്കുവോളം അവൾ ജോലി ചെയ്ത് നിരവധി പ്ലാസ്റ്റിക് പൂക്കൾ ഉണ്ടാക്കി. പുലർച്ചയോടെ അവൾ അതെല്ലാം എത്തിച്ചു കൊടുത്തു. അവൾക്ക് കൂലി ലഭിച്ചു. എന്നാൽ പൂക്കളുടെ ജോലി വൈകാതെ കഴിഞ്ഞിരുന്നു. ഇനി അവിടെ ജോലിയില്ലെന്നും ആ ദമ്പതികൾ അവളെ അറിയിച്ചു. അവളുടെ ഹൃദയം തകർന്നു. തൊട്ടു പിന്നാലെ പുതിയ ബാച്ച് സാധനങ്ങൾ വന്നത് അവൾക്ക് ആശ്വാസമായി. അസംബിൾ ചെയ്യാനായി എത്തിയിരുന്ന പാവകളായിരുന്നു അത്. അവൾ ആ സ്ത്രീയോട് സംസാരിച്ച് അതും മനസ്സിലാക്കി ആ ജോലിയും ഏറ്റെടുത്തു. വീണ്ടും അവൾ രാത്രി മുഴുവൻ ജോലി ചെയ്തു. രാവിലെയോടെ എല്ലാ പാവകളും പൂർത്തിയാക്കി.
എന്നാൽ അവ കൊടുക്കാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങിയപ്പോ അവളുടെ ചെറിയ മകൾ പാങ് പെട്ടെന്ന് രോഗബാധിതയായി കാണപ്പെട്ടു. അത് കണ്ടതും മൂത്ത മകൾ ബാ മുന്നോട്ട് വന്നു. അമ്മ അവളുടെ കൂടെയിരിക്കെ ഞാനിത് കടയിലെത്തിക്കാം എന്നവൾ പറഞ്ഞു. എന്നാൽ ബായ്ക്കാകട്ടെ ആ തെരുവുകൾ പരിചയമില്ലായിരുന്നു. സാധനം കൊടുക്കാൻ പോയി അവൾ വഴിതെറ്റി അവിടെ ചുറ്റിക്കറങ്ങി. സമയം കടന്നുപോയി. ബായെ കാണാതെ ജിൻഹിയുടെ ആശങ്ക വർദ്ധിച്ചു. അവളൊടുവിൽ അന്വേഷിച്ച് കടയിലെത്തുന്നപ്പോ ബാ വന്നു പോയിട്ട് കുറെ നേരമായെന്ന് അവൾ അറിഞ്ഞു. അവൾ വേഗം വീട്ടിലേക്ക് ഓടി. തിരികെ വീട്ടിലെത്തിയപ്പോ ബാ സുരക്ഷിതയായി അവിടെ എത്തിയിരുന്നു. എന്നാൽ മോളെ കണ്ടതും ഉള്ളിലുണ്ടായിരുന്ന ഭയം ദേഷ്യത്തിന് വഴി മാറി. ജിൻഹി ഒച്ചയെടുത്തു. അപ്പോൾ അവളുടെ മകൾ മൃദുവായി പറഞ്ഞു, ബായ്ക്ക് വഴിതെറ്റിപ്പോയതാ, അവൾ താഴെ വീണു, പരിക്കേറ്റിട്ടുമുണ്ട്. അതോടെ ജിൻഹിയുടെ ദേഷ്യം മലിനില്ലാതായി. അവൾ മകളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ പ്രായമായ ആ ദമ്പതികൾ ഒരു അടിയന്തര വാർത്തയുമായി ഓടിയെത്തി. രേഖകൾ പരിശോധിക്കാൻ പോലീസ് ആ പ്രദേശത്തെത്തിയിട്ടുണ്ട്. അവർ ജിൻഹിയുടെ രേഖകൾ പരിശോധിച്ചപ്പോ അവരുടെ മുഖം മങ്ങി. അവളുടെ താമസാനുമതിയുടെ കാലാവധി പണ്ടേ കഴിഞ്ഞിരുന്നു. 1 മണിക്കൂർ പോലും അവൾക്കവിടെ തുടരാനാവില്ല. അവൾക്കിപ്പോൾ തന്നെ അവിടെ നിന്നും ഹോങ്കോങ്ങിലേക്ക് മടങ്ങിപ്പോകണം. ജിൻഹി അമ്മായി തന്റെ കയ്യിൽ തന്ന നമ്പറിലേക്ക് നോക്കി. അവൾ തന്റെ കസിൻ ജിന്നിനെ വിളിച്ചു. പിന്നീട് കയ്യിലുള്ള കുറഞ്ഞ സാധനങ്ങൾ പാക്ക് ചെയ്ത് അവർ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പ്രായമായ ദമ്പതികൾ അവരെ അതിന് സഹായിക്കുകയും ചെയ്തു. ഒരു ബോട്ടിലായിരുന്നു അവർ രക്ഷപ്പെട്ടത്. ജിൻഹിയും മക്കളും ആ ദയാലുക്കളായ അപരിചിതരോട് യാത്ര പറഞ്ഞ് തങ്ങൾക്കറിയാത്തൊരു നഗരത്തിലേക്ക് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ നാളേക്കായി യാത്ര തിരിച്ചു. ആ കാലഘട്ടത്തിൽ ഹോങ്കോങ് ചുറ്റുമുള്ള ഭൂരിഭാഗം നഗരങ്ങളെക്കാളും ഏറെ വികസിതമായിരുന്നു. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ടൊരു ജീവിതം പ്രതീക്ഷിച്ച് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ നിയമവിരുദ്ധമായി അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. അതാ നഗരത്തിന് വലിയ ഭാരമായി മാറി. ജോലികൾ ഇല്ലാതായി. ജീവിത സാഹചര്യങ്ങൾ വളരെ ഇടുങ്ങിയതും പ്രയാസമേറിയതുമായി മാറി. കസിനായ ജിൻഹിയുടെ രേഖകൾ ശരിയാക്കുകയും തൽക്കാലം താമസിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിക്കൊടുക്കുകയും ചെയ്തു. അത് ആളുകൾ നിറഞ്ഞൊരു വീടായിരുന്നു. എല്ലാ മുറികളും പരസ്പരം ഷെയർ ചെയ്തെടുത്തവയാണ്. എല്ലാ കോണുകളിലും ആളുകളുണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ വീട്ടുടമസ്ഥയായ ഹോങ് എന്ന സ്ത്രീയാകട്ടെ വളരെ ഉദാരമനസ്കിയായ വ്യക്തിയായിരുന്നു. അവൾ മുൻകൂറായി ഒരു പണം പോലും വാങ്ങാതെ ജിൻഹിക്കൊരു മുറി നൽകി. ആദ്യത്തെ 3 മാസം സൗജന്യമായി നിന്നോളാനും പണം ഒത്തുവരുമ്പോ തന്നാ മതി എന്നും അവർ പറഞ്ഞു. താഴെയുള്ള കോമൺ അടുക്കള എപ്പോൾ വേണമെങ്കിലും ജിൻഹിക്ക് ഉപയോഗിക്കാമെന്നും അവർ നിർദ്ദേശം കൊടുത്തു. ജിൻഹി ഏറെ നന്ദിയോടെ അവരെ നോക്കി നന്ദി പറയുകയും മക്കളെയും കൂട്ടി ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം രാവിലെ ജോലി അന്വേഷിച്ചവൾ അടുത്തുള്ളൊരു ആശുപത്രിയിലേക്ക് നടന്നു. നാട്ടിൽ അവൾ ഒരു നഴ്സായിരുന്നു. അവൾക്ക് അവളിൽ അഭിമാനം തോന്നിയ ഒരേ ഒരു കഴിവും അതുമാത്രമാണ്. എന്നാൽ അവിടെ നിന്ന് ലഭിച്ച മറുപടി ഏറെ തണുപ്പം മട്ടിലായിരുന്നു. ഹോങ്കോങ്ങിൽ പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്നു. ഹോങ്കോങ്ങിന് പുറത്തു നിന്നുള്ളവർക്ക് ഇനി സർക്കാർ ജോലികൾ ലഭിക്കില്ല. അതോടെ അവൾ അവിടെ നിന്നില്ല. ജോലി ചോദിച്ച് അവൾ ഓരോ വാതിലുകളും മുട്ടി നടന്നു. അങ്ങനിരിക്കെ ഒരു ചെറിയ റെസ്റ്റോറന്റിന്റെ പുറത്ത് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന പരസ്യം അവൾ കണ്ടു. അവൾ മാനേജറെ കണ്ട് അയാളുടെ കണ്ണുകളിലേക്ക് ധീരമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ശക്തയാണ്, നിങ്ങൾക്കാവശ്യമുള്ള എന്തു ജോലിയും ചെയ്യാൻ എനിക്ക് കഴിയും. അവനവളെ പുറകുവശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാത്രം കഴുകുന്ന ഒരു ജോലി അവിടെ ഒഴിവുണ്ടായിരുന്നു. അയാൾ അത് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ ജോലിയുടെ കാര്യം അവൾ സമ്മതിച്ചു. എന്നാൽ ആ അടുക്കളയിലേക്ക് കാലെടുത്തു വെച്ചപ്പോ അവിടുത്തെ അഴുക്കും മണവും ഒക്കെ കണ്ട് അവളുടെ തല കറങ്ങി. അവൾ എന്നാലും സ്വയം നിയന്ത്രിച്ചു. പിന്നീട് ഒരു പാത്രം പോലും എടുക്കുന്നതിന് മുമ്പ് അവൾ ആ സ്ഥലം മുഴുവൻ മുകളിൽ നിന്ന് താഴെ വരെ വൃത്തിയാക്കി. അതിനുശേഷം അവൾ തന്റെ ജോലിയിൽ പ്രവേശിച്ചു. അന്ന് വൈകുന്നേരം അവൾ വീട്ടിലെത്തി മൂത്ത മകൾ ബായോട് പറഞ്ഞു, എനിക്കൊരു ജോലി കിട്ടി. ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇറങ്ങും. നീ അനിയത്തിയെ കൃത്യസമയത്ത് സ്കൂളിൽ കൊണ്ടുപോകണം. അവൾ അതിനോടകം തന്നെ തന്റെ 2 മക്കളെയും സ്കൂളിൽ ചേർത്തിരുന്നു. ആ ഒരു ചെറിയ കാര്യം പോലും അവൾക്ക് വലിയ വിജയമായി അനുഭവപ്പെട്ടു. ഈ നല്ല വാർത്ത കേട്ട് വീട്ടുടമസ്ഥയായ ഹോങ് സന്തോഷിച്ചു. അതൊന്ന് ആഘോഷിക്കാൻ അവൾ ജിന്നിനെ വിളിച്ചു വരുത്തി. ജിൻ സന്തോഷവതിയായിരുന്നു. എങ്കിലും പ്രായോഗികമായി ചിന്തിക്കുന്നവളുമാണ്. ഒരു പാത്രം കഴുകുന്നവളുടെ ശമ്പളം കൊണ്ട് മാത്രം വാടകയും ഭക്ഷണവും വളർന്നു വരുന്ന 2 കുട്ടികളുടെ ചെലവുകളും നോക്കാൻ കഴിയില്ല. തന്റെ മുതലാളിയുടെ ഭാര്യയ്ക്ക് പ്രമേഹമുണ്ടെന്നും എല്ലാ ദിവസവും രാവിലെ ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കണമെന്നും അവൾ സൂചിപ്പിച്ചു. ജിൻഹി ഒരു നഴ്സായതുകൊണ്ട് അവൾക്ക് ആ ജോലി കൂടി ഏറ്റെടുക്കാം. ചെറിയൊരു അധിക വരുമാനവും ലഭിക്കും. ജിൻഹി രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിന് സമ്മതിച്ചു. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് അവൾ ഉണരും. ഹോങ്ങിന്റെ പ്രാർത്ഥനാ സ്ഥലത്തിന് മുന്നിൽ അവൾ വിശ്വസ്തയോടെ ഒരു ചെറിയ പ്രാർത്ഥനാ ചടങ്ങ് നടത്തും. അതിനുശേഷം കുത്തിവെപ്പ് എടുക്കാൻ പോകും. അവിടെ നിന്ന് നേരെ റെസ്റ്റോറന്റിലേക്ക് പോയി കൈകൾ വേദനിക്കുന്നതുവരെ പാത്രങ്ങൾ കഴുകും. അതായിരുന്നു അപ്പോൾ അവളുടെ ജീവിതം. പരാതികളില്ലാതെ അവൾ അത് മുന്നോട്ട് കൊണ്ടുപോയി. ഒരിരണ്ട വെളുപ്പാങ്കാലത്ത് നഗരം ഉറങ്ങിക്കിടക്കുമ്പോ അവൾ ഇടനാഴിയിൽ വെച്ച് ഒരാളുമായി കൂട്ടിയിടിച്ചു. ആ മനുഷ്യൻ അവളോട് തട്ടിക്കയറി ശാന്തതയെ ഭേദിച്ചുകൊണ്ട് മൂർച്ചയുള്ളതും ക്രൂരവുമായുള്ള വാക്കുകൾ
വാക്കുകൾ അയാൾ പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത ഒരു മുറിയിൽ നിന്ന് ഒരു ചെറിയ വെളിച്ചം തെളിഞ്ഞു. കെട്ടിടത്തിലെ തുണികൾ അലക്കുന്ന ആ മനുഷ്യൻ ഒരു വാക്ക് പോലും പറയാതെ തന്റെ വിളക്ക് തെളിയിച്ച് അവൾക്ക് വഴി കാണിച്ചു കൊടുത്തു. ജിൻഹി അയാളെ നന്ദിയോടെ നോക്കി. ശാന്തതയും ആത്മാർത്ഥവുമായ കൃതജ്ഞതയോടെ അവൾ തല വണങ്ങി. പിന്നീട് തന്റെ ആദ്യത്തെ ശമ്പളം ലഭിച്ചപ്പോ ജിൻഹി അതിൽ നിന്നൊരു പങ്ക് മാറ്റിവെച്ച് നാട്ടിലേക്ക് അയച്ചു. ഷിങ്ദാവോയിലുള്ള അവളുടെ കുടുംബത്തിന് വരുമാനമുള്ള ഏക വ്യക്തിയപ്പോൾ അവൾ മാത്രമായിരുന്നു. അവളില്ലെങ്കിൽ അവളുടെ അമ്മയുടെയും സഹോദരിയുടെയും ഒരു ചെലവും നടക്കില്ല. പക്ഷേ നാട്ടിലേക്ക് അങ്ങനെ പണം അയക്കുന്നത് കൊണ്ട് അവൾക്ക് മുഴുവൻ വാടകയും കൊടുക്കാൻ പറ്റിയില്ല. കയ്യിലുള്ള ചെറിയ തുകയുമായി ഭയത്തോടെ അവൾ ഹോങ്ങിന്റെ അടുക്കലേക്ക് പോയി. എന്നാൽ ഹോങ് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. കിട്ടുമ്പോ കുറച്ചായി തന്നാൽ മതിയെന്ന് പറഞ്ഞു. അപരിചിതരുടെ ഈ നഗരത്തിൽ ഇത്രയും ദയയാൽ ചുറ്റപ്പെട്ടപ്പോ ജിൻഹിക്ക് വളരെ കാലമായി അനുഭവപ്പെടാത്തൊന്ന് അനുഭവപ്പെട്ടു. സ്നേഹത്തിന്റെ ഊഷ്മളത. കുട്ടികൾ കാർട്ടൂൺ കാണാൻ വരുമ്പോ ഹോങ് അവർക്കിരിക്കാൻ ഇടം നൽകാൻ ശാന്തമായി മാറി നിൽക്കുമായിരുന്നു. 2 യുവതികളും ആ വീട്ടിൽ താമസിച്ചിരുന്നു. ചിരിയും സന്തോഷവും നിറഞ്ഞ മോഡലാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ. ആ കൊച്ചു വീട്ടിൽ എല്ലാവരും ജിൻഹിയെയും മക്കളെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരാളൊഴികെ ദേഷ്യക്കാരനും മടിയനും ഭാര്യയുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവനുമായ ഒരു ദുഷിച്ച മനുഷ്യൻ. അയാൾ എപ്പോഴും ജിൻഹിയെ മോശമായിട്ടാണ് സംശയിച്ചിരുന്നത്. അവന്റെ ഭാര്യ രാത്രി ജോലി ചെയ്തായിരുന്നു കുറച്ച് പണമുണ്ടാക്കിയിരുന്നത്. എന്നിട്ടും അയാൾ അവളെ ഉപദ്രവിക്കുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ആ സ്ത്രീക്ക് ട്രാം വൃത്തിയാക്കുന്ന ജോലി നൽകിയ അയൽക്കാരൻ ആ മനുഷ്യനെ നേരിട്ട് ചോദ്യം ചെയ്തു. നിന്റെ ഭാര്യ കഠിനാധ്വാനിയും നല്ലവളുമാണ്. അവള് രാത്രിയിൽ ട്രാം വൃത്തിയാക്കുന്നത് കുറച്ച് പണം കൂടുതൽ ഉണ്ടാക്കാനാ, അല്ലാതെ നീ സംശയിക്കുന്ന പോലെ മറ്റൊന്നിനുമല്ല. ജിൻഹി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ അയൽക്കാരന്റെ പിന്നാലെ താഴേക്ക് ചെന്ന് അയാളോട് ചോദിച്ചു, എനിക്കും ട്രാം വൃത്തിയാക്കുന്ന ജോലി തരാൻ പറ്റുമോ? ആ മനുഷ്യൻ അവളെ നോക്കി തലയാട്ടി. താനത് ശരിയാക്കാമെന്ന് പറഞ്ഞു. മുകളിൽ അവളുടെ ചെറിയ മകൾ പാങ് ഇടനാഴിയിൽ വെച്ച് അതേ ദേഷ്യക്കാരനായ മനുഷ്യനുമായി കൂട്ടിയിടിച്ചു. അവൻ പെട്ടെന്ന് അവളുടെ നേരെ തിരിഞ്ഞൊരു കാരണവുമില്ലാതെ ആ കുട്ടിയെ വഴക്ക് പറഞ്ഞു. ബാ ഓടിച്ചെന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. ആ മനുഷ്യൻ ജിൻഹിയെക്കുറിച്ചും അവളുടെ കുട്ടികളെക്കുറിച്ചും അവൾ എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ചും ക്രൂരമായി കാര്യങ്ങൾ പറഞ്ഞു. ജിൻഹി പക്ഷേ അത് കേട്ട് മിണ്ടാതിരുന്നില്ല. വാക്കേറ്റമുണ്ടായി. അപ്പോൾ ഹോങ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. അതിലിടപെട്ടു. ഇരുകൂട്ടരെയും മാറ്റി നിർത്തി. പിന്നാലെ ആ മനുഷ്യൻ അവസാന താക്കീത് നൽകി ഹോങ് അവിടുന്ന് മാറി. ജിൻഹി തന്റെ മക്കളെയും കൂട്ടി സ്വസ്ഥതയ്ക്കായി ടെറസിന് മുകളിലേക്ക് പോയി. അപ്പോൾ പങ് അവളുടെ അമ്മയുടെ ഹൃദയം തകർക്കുന്ന ഒരു കാര്യം പറഞ്ഞു. നമ്മൾ പാവങ്ങളാ, നമ്മളൊരു ഗ്രാമത്തിൽ നിന്ന് വന്നവരല്ലേ. അമ്മ ഒരു റെസ്റ്റോറന്റിൽ പാത്രം കഴുകുന്നവളാ. സ്കൂളിലെ എന്റെ പുതിയ കൂട്ടുകാർ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോശമായി പ്രവർത്തിക്കാറുണ്ട്. അത് കേട്ടതും ജിൻഹി സ്വയം നിയന്ത്രിച്ചു. നമ്മളിവിടെ പുതിയതാണ്, അവൾ ശാന്തിയായി പറഞ്ഞു. അതുകൊണ്ടാ അവർ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ മോളുടെ അമ്മ ഉടനെ നല്ലൊരു ജോലി കണ്ടെത്തും. അപ്പോ നോക്കിക്കോ, എല്ലാവരും എന്റെ മോളെ സ്നേഹിക്കും. തന്റെ മക്കളെ ചേർത്ത് പിടിച്ച് ഹോങ്കോങ് ആകാശത്തിന് കീഴിൽ തുറന്ന ടെറസിൽ വെച്ച് അവരോടൊപ്പം ചിരിച്ചു കളിക്കാൻ അവൾ തുടങ്ങി. അപ്പോ കെട്ടിടത്തിന്റെ മുകളിലുള്ള ഒരു ചെറിയ മുറിയിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. ടെറസിലെ ചെറിയൊരു താമസ സ്ഥലം തങ്ങൾ ശല്യപ്പെടുത്തിയെന്ന് കരുതി ജിൻഹി ഉടൻ തന്നെ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. പക്ഷെ ആ മനുഷ്യൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. എന്റെ പേര് ജാങ് എന്നാണ്. എന്നാൽ എല്ലാവരും എന്നെ അങ്കിൾ ഡെസേർട്ട് എന്നാ വിളിക്കാറ്. കുട്ടികൾ കൗതുകത്തോടെ പരസ്പരം നോക്കി. അതെന്താ അങ്ങനെ? ഞാൻ മധുരപലഹാരങ്ങൾ വിൽക്കുന്നയാളാ, അയാൾ ലളിതമായി പറഞ്ഞു. പിന്നാലെ അവൻ അവരെ മധുരപലഹാരം കഴിക്കാൻ ക്ഷണിച്ചു. കുട്ടികൾ അയാളുടെ സാധനങ്ങൾ ചുമക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. അങ്ങനെ അവർക്കിടയിൽ ഒരു പുതിയ സൗഹൃദം ജനിച്ചു. വൈകാതെ നഗരം പുതുവത്സരത്തിന്റെ നിറങ്ങളാൽ നിറയാൻ തുടങ്ങിയിരുന്നു. ഹോങ്കോങ് ആഘോഷങ്ങളാൽ സജീവമായി. ജിൻഹി നാട്ടിലുള്ള തന്റെ അമ്മയ്ക്കൊരു കത്തെഴുതി. എന്നാൽ അവളുടെ സഹോദരി കവറിലെ ഹോങ്കോങ് സ്റ്റാമ്പ് കണ്ടപ്പോ ഒന്ന് മുഖം ചുളിച്ചു. ജിൻഹി എന്തുകൊണ്ട് ഇപ്പോഴും ഹോങ്കോങ്ങിൽ തുടരുന്നേ? അവളെന്താ തായ്ലാന്റിലേക്ക് പോവാതിരുന്നത്? അനിയത്തി സംശയിച്ചു. ജിൻഹിയാകട്ടെ നുണയായിരുന്നു എഴുതിയിരുന്നത്. തന്റെ അമ്മായിയമ്മയ്ക്ക് അസുഖമാണെന്നും അതുകൊണ്ട് യാത്ര വൈകുകയാണെന്നും അവൾ കത്തിലെഴുതി. ഭർത്താവ് തങ്ങൾ ഉപേക്ഷിച്ചു പോയെന്നും താൻ കഷ്ടപ്പെടുകയാണ് എന്നുള്ള സത്യമൊന്നും തന്റെ മാതാവിനെ അവൾ അറിയിച്ചതേയില്ല. തന്റെ മക്കൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി മാത്രം അവൾ ഇപ്പോൾ 3 ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. പകൽ മുഴുവൻ പാത്രം കഴുകിയ ശേഷം അവൾ രാത്രി മുഴുവൻ ട്രാം വൃത്തിയാക്കും. അവളങ്ങനെ രാത്രിയിലെ ജോലിക്ക് പോകുമ്പോ ഹോങ്ങായിരുന്നു അവളുടെ കുട്ടികളെ നോക്കുന്നത്. എന്നാൽ പുതുവത്സര തലേന്ന് ജിൻഹി എല്ലാവർക്കും വേണ്ടി ഡംപ്ലിങ്സ് പാകം ചെയ്തു. അവളുടെ ഡംപ്ലിങ്സ് ആകട്ടെ അത്രമേൽ രുചിയേറിയതായിരുന്നു. എല്ലാവരും ഒത്തുകൂടി അവളെ ഏറെ പ്രശംസിച്ചു. സ്നേഹത്തോടെയും ഊഷ്മളതയോടെയും കിട്ടിയ പ്രശംസകൾ അവളുടെ മനസ്സ് നിറച്ചു. ട്രാം ജോലി നൽകിയ ആ വൃദ്ധനാകട്ടെ പെൺകുട്ടികൾക്കായി കളിപ്പാട്ടങ്ങളുമായി എത്തി. അങ്ങനെ ഈ അപരിചിതവും മനോഹരവുമായ വലിയ താൽക്കാലിക കുടുംബം ഒന്നിച്ച് പുതുവത്സരത്തെ വരവേറ്റു.
സമയം കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം റെസ്റ്റോറന്റിൽ പാത്രങ്ങൾ ചുമക്കുന്നതിനിടയിൽ ജൻഹി കാൽ വഴുതി താഴെ വീണു. അവള് വീണ്ടും വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശരീരത്തിൽ കഠിനമായി വേദനയെടുക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ട്രാം ജോലിക്കിടയിൽ വേദന അസഹനീയമായി മാറി. അവൾ ഇരുണ്ട തെരുവുകളിലൂടെ പതുക്കെ നടന്ന് വീട്ടിലെത്തി. കെട്ടിടത്തിലെത്തിയപ്പോ അവൾ കൈകളും മുട്ടുകളും കുത്തി പടികൾ കയറി. അവളുടെ മക്കൾ അവളെ ആ അവസ്ഥയിൽ കണ്ടു. അവർ ഉടൻ എല്ലാവരെയും വിളിച്ചു. ഹോങ് വേഗത്തിൽ അവളെ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ആ കഠിനമായ വാർത്ത അവളെ അറിയിച്ചു. അവൾക്ക് വിശ്രമം ആവശ്യമാണ്, നട്ടെല്ലിനൊടിവുണ്ട്. അത് കേട്ടതും ജൻഹി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ജൻഹി ഡോക്ടർ നോക്കി പറഞ്ഞു, വേദനയ്ക്ക് എന്തെങ്കിലും മരുന്ന് തന്നാൽ മതി. എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ അവർ പട്ടിണിയിലാകും. അവൾ കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടന്നു. ആ സമയത്ത് ഹോങ് ആയിരുന്നു കുട്ടികളെ നോക്കിയത്. ജൻഹിയൊടുവിൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ആഴ്ചകളോളം അവൾക്കൊന്നും അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. നിയമപ്രകാരം ജോലിസ്ഥലത്തെ പരിക്കിന് റെസ്റ്റോറന്റ് അവൾക്ക് നഷ്ടപരിഹാരം നൽകണം. ആ പണം കൊണ്ട് അവളുടെ കുടുംബത്തിന് മാസങ്ങളോളം ജീവിക്കാം. എന്നാൽ അവിടുത്തെ മാനേജർ പ്രശ്നമുണ്ടാക്കി. നഷ്ടപരിഹാരം നൽകാതിരുന്നു. അതിലും മോശമായി അയാൾ അവളെ തട്ടിപ്പുകാരിയെന്ന് വിളിച്ചു. അവൾ അങ്ങനെ അഭിനയിക്കുന്നതാണെന്നും അവൾക്കത്ര വലിയ പരിക്കൊന്നുമില്ലെന്നും പറഞ്ഞു. ഇതിനിടയിൽ അവൾക്ക് 2ാമത്തെ പ്രഹരവും നേരിടേണ്ടി വന്നു. ട്രാം കമ്പനി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഹോങ്കോങ്ങിന് പുറത്തുനിന്നുള്ള തൊഴിലാളികളെ ഇനി കമ്പനിക്ക് ആവശ്യമില്ല. അങ്ങനെ അവളുടെ രാത്രി ജോലിയും നഷ്ടപ്പെട്ടു. വെറും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവൾ പടുത്തുയർത്തി ഉണ്ടാക്കിയതെല്ലാം പൂർണ്ണമായി ഇല്ലാതായി. വരുമാനമില്ല, പ്രതീക്ഷകളില്ല, മക്കൾക്ക് ഭക്ഷണം നൽകാൻ പോലും പണമില്ല. അവൾ ആകെ അങ്കലാപ്പിലും സങ്കടത്തിലും ആണ്ടു. ആ നിമിഷത്തെ ബുദ്ധിയിൽ അവൾക്കൊന്നു തോന്നി. അവൾ നേരെ ടെറസിലേക്ക് പോയി. ചെയ്യാൻ പാടില്ലാത്തത് ചിന്തിച്ച് മുകളിലേക്ക് ചാടാനെന്ന മട്ടിൽ അവൾ നിന്നു. അപ്പോൾ അവളുടെ ചെറിയ മകൾ പാങ് അങ്ങോട്ടേക്ക് വന്ന് കുട്ടിക്കാലത്തെ ഒരു കവിത സന്തോഷത്തോടെ ചൊല്ലാൻ തുടങ്ങി. ജൻഹി മകളുടെ മുഖത്തേക്ക് നോക്കി പിന്നോട്ട് മാറി. കുട്ടികൾ ചോദിച്ചു, എന്തു പറ്റിയമ്മേ? അവൾ അവർക്കരികിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നു. ഞാൻ തോക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തുനിന്നും അങ്കിൾ ഡെസേർട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കുട്ടികളെ പതിയെ തന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ ഉറപ്പാക്കിക്കോളാം. അത് കേട്ട് ജൻഹിയാകെ തകർന്നുപോയി. നന്ദിയോടെയുള്ള ആ കണ്ണുനീർ അവളിൽ നിന്ന് ധാരധാരിയായി ഒഴുകി. അന്ന് വൈകുന്നേരം അദ്ദേഹം അവർക്കായി സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും മനോഹരമായ ഭക്ഷണം പാകം ചെയ്തു. അവര് ഭക്ഷണം കഴിക്കുമ്പോ ജൻഹി ശാന്തമായി ചോദിച്ചു, താങ്കൾ ഈ സ്വീറ്റ്സ് ഒക്കെ എവിടെയാ വിൽക്കുന്നത്? തുറമുഖത്താണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഫെറി ടെർമിനലിന് മുമ്പിൽ. തൊട്ടടുത്ത ദിവസം രാവിലെ അദ്ദേഹം അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും 6:30 കട സജ്ജീകരിക്കും. ഫ്രൈഡ് ചിക്കൻ, ഫിഷ് ബോൾസ്, സൂപ്പ്, അങ്ങനെ പലതരം സാധനങ്ങൾ. പക്ഷെ ഇവിടെ ആരും ഡംപ്ലിങ്സ് വിൽക്കുന്നില്ല. നീയാണെങ്കിലോ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ഡംപ്ലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. നിനക്ക് കഴിയുമെങ്കിൽ ഇവിടെ അത്തരമൊരു ബിസിനസ് തുടങ്ങാം. വലിയ രീതിയിൽ നിനക്കത് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാക്കുകയുമില്ല. അത് കൊള്ളാമല്ലോ എന്ന് ജൻഹിക്കും തോന്നി. അവളുടെ ആരോഗ്യാവസ്ഥ വെച്ച് അവൾക്കത് ചെയ്യാനും പറ്റും. ആ ആശയം സ്വീകരിച്ച് അവൾ മുന്നോട്ടിറങ്ങി. അവൾ ആദ്യം തന്റെ മോതിരം വിറ്റു. പിന്നീട് ഒരു വക്കീലിന്റെ സഹായത്തോടെ റെസ്റ്റോറന്റുകാർ നൽകാൻ വിസമ്മതിച്ച് നഷ്ടപരിഹാരം വാങ്ങിയെടുത്തു. തൊട്ടടുത്ത ദിവസം അങ്കിൾ ഡെസേർട്ട് അവളെ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ പഴയതെങ്കിലും ഉറപ്പുള്ള ഒരു തള്ളുവണ്ടി കണ്ടെത്തി. വൈകാതെ അവൾക്കാവശ്യമുള്ള സാധനങ്ങളും അവർ വാങ്ങി. അടുത്ത ദിവസം രാവിലെ വെളിച്ചം വീഴുന്നതിന് മുമ്പേ അവർ തുറമുഖത്തെത്തി. അങ്കിൾ ഡെസേർട്ട് അവളെല്ലാവർക്കും പരിചയപ്പെടുത്തി. വൈകാതെ ആളുകൾ ഒത്തുകൂടാൻ തുടങ്ങി. ഉപഭോക്താക്കൾ ഓരോ കടകളിലായി നടന്നു വാങ്ങുകയും കഴിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. ജൻഹിയുടെ വണ്ടിക്ക് മുമ്പിൽ ആരും നിൽക്കുന്നില്ല. ഈ നഗരത്തിലെ ആളുകൾ അതിനു മുമ്പ് ഡംപ്ലിങ്സ് കണ്ടിട്ട് പോലുമില്ലായിരുന്നു. അതെന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. ജൻഹിയാണെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായി സുഖം പ്രാപിക്കാത്തതിനാൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ബിസിനസ് നടത്താനുള്ള ത്രാണി അവൾക്കുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പോലീസ് വന്നത്. എല്ലാവരും ചിതറിയോടി. കടകൾ ടെർമിനലിന്റെ നടപ്പാതയിലായിരുന്നു ഉണ്ടായിരുന്നത്. ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവ സ്ഥാപിച്ചിട്ടുള്ളതും. എന്നിരുന്നാലും പോലീസ് അതൊഴിപ്പിക്കാൻ അങ്ങോട്ടേക്ക് എത്താറുണ്ട്. ഇതൊക്കെ വല്ലപ്പോഴും സംഭവിക്കാറുള്ളതുമാണ്. പക്ഷേ ജൻഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡംപ്ലിംഗ് പോലും വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം എടുത്തവർ മാർക്കറ്റിലേക്ക് മാറി. അവൾ മണിക്കൂറുകളോളം രാത്രി വൈകും വരെ അവിടെ നിന്നു. എന്നിട്ടും ആരും വാങ്ങാൻ വന്നില്ല. അവളൊടുവിൽ തന്റെ വണ്ടിയിലേക്ക് നോക്കിയപ്പോ ഡംപ്ലിങ്സ് കേടായി പോയിരുന്നു. അവൾ അവ ഓരോന്നായി എടുത്ത് ചവറ്റ് കുട്ടയിലേക്ക് ഇട്ടു. അതിനുശേഷം അവൾക്ക് സ്വയം നിയന്ത്രിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തിരക്കേറിയ ആർക്കുമാരോടും താല്പര്യമില്ലാത്ത ആ തെരുവിന്റെ ഒത്ത നടുവിലിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. അത്രയും അധ്വാനവും പ്രതീക്ഷയും ആ ഡംപ്ലിങ്സിനൊപ്പം എറിഞ്ഞുടയ്ക്കപ്പെട്ടിരുന്നു. അവൾ മുറുകെ പിടിച്ചിരുന്ന അവസാനത്തെ ചെറിയ വെളിച്ചവും അവളുടെ മുമ്പിൽ അണയുകയായിരുന്നു.
ജിൻഹി വീട്ടിലെത്തുമ്പോൾ മക്കൾ അപ്പോഴും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾ അവരെ മൃദുവായി വഴക്കു പറഞ്ഞു കിടത്തി. പിന്നീട് അവൾ ഇരുട്ടിലേക്ക് നോക്കി തനിച്ചിരുന്നു. ഹോങ് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ജിൻഹിയെ താഴത്തിനായി വിളിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ജിൻഹി കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഹോങ് പറഞ്ഞു. ഞാനും ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു തുടങ്ങിയത്. നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചതുപോലെ എന്റെ ഭർത്താവും എന്നെ ഉപേക്ഷിച്ചു പോയതാണ്. ഇന്ന് നിന്റെ ബിസിനസ്സിലെ ആദ്യത്തെ ദിവസമായിരുന്നു. ആദ്യ ദിവസം തന്നെ ആരും വിജയിക്കില്ല. നീ മുന്നോട്ട് പോകണം. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. നിനക്കെന്റെ സഹായം വേണമെങ്കിൽ എന്ത് സഹായത്തിനും ഞാനുണ്ടാകും. വേണമെങ്കിൽ നീ എന്നെ ജോലിക്കെടുത്തു. ഞാൻ നിന്റെ വണ്ടിയോടെ അടുത്തു നിന്ന് എന്റെ ഈ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ ഉപഭോക്താക്കളെ കടയിലേക്ക് വിളിച്ചു കയറ്റാം. തന്റെ ഏറ്റവും മോശം ദിവസങ്ങളുടെ നടുവിലും താൻ വീണുപോകാൻ അനുവദിക്കാത്ത ആളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്ന് ജിൻഹി മനസ്സിലാക്കി. അവൾക്ക് അവരോടൊക്കെ ഏറെ നന്ദിയും കടപ്പാടും തോന്നി. തൊട്ടടുത്ത ദിവസം രാവിലെ അവൾ വീണ്ടും തുറമുഖത്തെത്തി. അവൾ കാത്തിരുന്നു. അപ്പോൾ ഒരു ചെറിയ കൂട്ടം സ്കൂൾ കുട്ടികൾ കൗതുകത്തോടെ അങ്ങോട്ട് വന്നു. അവരൊരു ഡംപ്ലിംഗ് കഴിച്ചു നോക്കി. അവരുടെ കണ്ണുകൾ അതിന്റെ രുചിയാൽ തിളങ്ങി. അവർ അതിനെ ആത്മാർത്ഥമായും ആവേശത്തോടെയും പ്രശംസിച്ചു. ജിൻഹിയുടെ ഹൃദയം വളരെ കാലമായി അനുഭവപ്പെടാത്ത ഒരു സന്തോഷത്താൽ നിറഞ്ഞു. അങ്കിൾ ഡെസേർട്ട് തന്റെ വണ്ടിയിൽ നിന്ന് നോക്കി. എല്ലാവരേക്കാളും വലിയ ചിരിയോടെ അത് കണ്ടു. മിനിറ്റുകൾക്കകം ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ കൂടി. അപ്പോഴേക്കും പോലീസ് വീണ്ടും എത്തി. എല്ലാവരും ചിതറിയോടി. ആ തിരക്കിനിടയിൽ ജിൻഹിയുടെ ഒരു പാത്രം നിലത്തു വീണുപോയിരുന്നു. ഒരു ഓഫീസർ അതെടുത്ത് അവർക്ക് തിരികെ നൽകി. വേഗം അവിടുന്ന് മാറാൻ പറഞ്ഞു. ജിൻഹിക്ക് ഒരു സമാധാനം അനുഭവപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പ്രായമായ ഒരു ഉപഭോക്താവ് അവളുടെ ഡംപ്ലിങ്സ് കഴിച്ച ശേഷം ഒരു ചെറിയ നിരീക്ഷണം പങ്കുവെച്ചു. ഡംപ്ലിങ്സിന്റെ രുചിയൊക്കെ നല്ലതാണ്. എന്നാൽ പുറംഭാഗത്തെ മാവിന് വളരെ കട്ടിയുണ്ട്. അത് കുറച്ചുകൂടി കട്ടി കുറഞ്ഞതും മൃദുവായതുമാക്കൂ. അത് നന്നാവും. ജിൻഹി ആ വാക്കുകളെ ഉൾക്കൊണ്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അവൾ അത് നന്നാക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. ഓരോ തവണയും അവൾ ഹോങ്ങിന് ഒരു പ്ലേറ്റ് ഡംപ്ലിങ്സ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴൊന്നും അത് പൂർണ്ണമായി ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവൾ സ്വന്തം അന്തർജ്ഞാനത്തിൽ നിന്ന് ഒരു കാര്യം പരീക്ഷിച്ചു. മാവിൽ ഉപ്പുവെള്ളം ചേർത്ത് കുഴച്ചു. അവൾ ഒരെണ്ണം മടക്കി രുചിച്ചു നോക്കി. ഇത്തവണ അത് തികച്ചും അനുയോജ്യമായി മാറിയിരുന്നു. വിൽപ്പന അതോടെ കൂടാൻ തുടങ്ങി. അവളുടെ ഡംപ്ലിങ്സിന് കൂടുതൽ ഓർഡറുകൾ വന്നു. ദിവസങ്ങൾക്കുള്ളിൽ ഡംപ്ലിങ്സിനെ പറ്റിയുള്ള വാർത്ത ആ പ്രദേശമാകെ പരന്നു. കടയിൽ തിരക്കും കൂടി വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് അവിടുത്തെ ഒരു പ്രാദേശിക ഗുണ്ടത്തലവൻ തന്റെ ആളുകളോടൊപ്പം ഹുണ്ടിപ്പിരിവിനായി അവിടെ എത്തി. അവിടെയുള്ള മറ്റ് കച്ചവടക്കാരൊക്കെ അയാൾക്ക് പണം നൽകി. എന്നാൽ അവന്റെ ആളുകളിൽ ഒരാൾ ജിൻഹിയുടെ മകളുടെ നേരെ കൈനീട്ടിയപ്പോ ജിൻഹിയിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചു. അവൾ വലിയ ദേഷ്യത്തിൽ ഒരു കത്തി കയ്യിലെടുത്തു. അവർക്ക് നേരെ ചീറി. ഗുണ്ടാത്തലവൻ അത് കണ്ട് സ്തംഭിച്ചു പോയി. പെട്ടെന്ന് അയാളുടെ മുഖത്തൊരു ഭാവം മിന്നിമാഞ്ഞു. ദേഷ്യമല്ല, മറിച്ച് ഒരു ഓർമ്മയായിരുന്നു അത്. സ്വന്തം അമ്മ തന്റെ കുട്ടികളെ സംരക്ഷിക്കാൻ എന്തും ചെയ്യുന്ന അതേ വീറും വാശിയും അതേ സ്നേഹവും. അയാൾ സ്വന്തമായി കഴിക്കാൻ ഒരു പ്ലേറ്റ് ഡംപ്ലിങ്സ് ആവശ്യപ്പെട്ടു. അയാൾ അത് കഴിച്ചു. പിന്നീട് തന്റെ ആളുകളോടും കഴിക്കാൻ പറഞ്ഞു. അവരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അതത്രമേൽ രുചികരമായിരുന്നു. അയാൾ തന്റെ സഹായിയെ വിളിച്ചു പറഞ്ഞു, കഴിച്ച അത്രത്തിനും പണം നൽകൂ. 20 പ്ലേറ്റിന്റെ പണവും പൂർണ്ണമായിട്ട് നൽകണം. എല്ലാവരും അത് കേട്ട് അത്ഭുതപ്പെട്ടിരുന്നു. പോകുന്നതിനു മുമ്പ് ആ ഗുണ്ടാത്തലവൻ ഒരു ഓർഡറും കൊടുത്തു. എന്റെ അമ്മയുടെ ജന്മദിനമാണ് വരുന്നത്. അതിന് 500 ഡംപ്ലിങ്സ് വേണം. ജിൻഹിയെ കണ്ടപ്പോ തന്റെ അമ്മയുടെ ഓർമ്മകളായിരുന്നു അദ്ദേഹത്തിന് വന്നത്. ഒരിക്കൽ തന്റെ അമ്മയും ജിൻഹിയുടെ സ്ഥാനത്ത് നിന്നിരുന്നത് അയാൾ ഓർത്തെടുത്തിരുന്നു. ജിൻഹി അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. പിന്നീട് ഒരു ദിവസം പോലീസ് വീണ്ടും ചെക്കിങ്ങിന് വന്നു. ഇത്തവണ അവർ കച്ചവടക്കാരെ ഓടിക്കുക മാത്രമല്ല ചെയ്തത്, അവരെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി. വണ്ടികളും സാധനങ്ങളും കണ്ടു കെട്ടുകയും ചെയ്തു. പിന്നീട് ഒരിടത്തിരിക്കുമ്പോ ഓഫീസർ അവരോട് വിശദീകരിച്ചു, ടെർമിനൽ നടപ്പാതെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാണ്. ഇതിന് വലിയ അനന്തര ഫലങ്ങൾ ഉണ്ടാകും. ജിൻഹിയുടെ മകൾ അതോടെ പ്രതിഷേധിക്കാൻ തുടങ്ങി. ജിൻഹി അവളെ തടഞ്ഞു. അവൾ ഓഫീസറുടെ നേരെ തിരിഞ്ഞ് ശാന്തതയോടെയും കോൺഫിഡൻസോടെയും പറഞ്ഞു, ഞങ്ങളെ ശിക്ഷിച്ചോളൂ, ഞങ്ങളത് അംഗീകരിക്കുന്നുമുണ്ട്. എന്നാൽ ഞങ്ങളുടെ കുട്ടികളുടെ സ്കൂൾ ബാഗുകൾ നിങ്ങൾ പിടിച്ചെടുത്ത വണ്ടികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ദയവായി അതെല്ലാം വിട്ടുതരണം. മക്കൾക്ക് സ്കൂളിൽ പോകാനും അവർക്കെന്തെങ്കിലും ആയിത്തീരാനും വേണ്ടിയാണ് ഞങ്ങൾ ഈ തെരുവുകളിൽ ഭക്ഷണം വിൽക്കുന്നത്. അവളുടെ ശബ്ദം ഇത് പറയുമ്പോൾ ഇടറുന്നുണ്ടായിരുന്നു. ഹുവ എന്ന ആ ഓഫീസർ അവളെ നോക്കി. അവൻ അവരെ എല്ലാവരെയും നോക്കി. ജീവിക്കാൻ വേണ്ടി മാത്രം പാടുപെടുന്ന ദരിദ്രരായ സാധാരണ മനുഷ്യർ. അയാൾക്ക് ദയ തോന്നി. അയാൾ എല്ലാരെയും വിട്ടയച്ചു. പിന്നീട് അദ്ദേഹം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ചെയ്തു. ടെർമിനലിൽ കൃത്യമായ രീതിയിലും ക്രമത്തിലും കച്ചവടം ചെയ്യാൻ അയാൾ അവർക്ക് അനുവാദം നൽകി. ആ സമയം തന്റെ ചെറിയ മകന് സുഖമില്ലെന്നും ഡോക്ടറെ കാണിക്കണമെന്നും പറയുന്ന ഒരു സ്ത്രീയെ അയാൾ ശ്രദ്ധിച്ചു. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അദ്ദേഹം അവർക്ക് കൊടുത്തു. കച്ചവടക്കാർ അവൻ പോകുന്നത്
അതും നോക്കി നിന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ ഓഫീസർ ഹുവ ടെർമിനലിലെത്തി. വൈകുവോളം കട തുറന്നുവെച്ചതിന് തങ്ങളെ പൂട്ടിക്കാനായിട്ടാണ് അദ്ദേഹം വന്നത് എന്നായിരുന്നു അവൾ കരുതിയത്. എന്നാൽ ഹുവ പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അവൻ വന്നത് ഡംപ്ലിങ്സ് കഴിക്കാൻ വേണ്ടിയാണ്. അതിന്റെ രുചിയുടെ വാർത്ത അവന്റെ ചെവിയിലും എത്തിയിരുന്നു. അവൻ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും തന്നെ നിന്റെ ഡംപ്ലിങ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവളുടെ ഡംപ്ലിങ്സിനെ ഊഷ്മളമായി അദ്ദേഹം പ്രശംസിക്കുകയും തന്റെ ജന്മനാടായ ചിങ്ദാവോയിൽ ഡംപ്ലിങ്സ് ഒരു പ്രധാന ഭക്ഷണ വിഭവമായിരുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അത് കേട്ടതും ജിൻഹി ഒന്ന് നിവർന്നു നോക്കി. എന്റെ നാടും ചിങ്ദാവോയാണ് എന്നവൾ പറഞ്ഞു. അവർക്കിടയിൽ പെട്ടെന്ന് എന്തോ ഒന്ന് സംഭവിച്ചു. ഒരേ നാട്ടുകാരാണവർ എന്നതിന്റെ തിരിച്ചറിവ്, ഒരാശ്വാസം. അയാൾ തന്റെ കുട്ടികൾക്കായി ഒരു വലിയ പാഴ്സൽ ഓർഡർ ചെയ്തു. പിന്നീട് അതും വാങ്ങി പണം നൽകി യാത്രയായി. തുടർന്ന് അങ്ങോട്ടേക്ക് 5 വർഷക്കാലം കടന്നുപോയി. പഴയ തുറമുഖ ടെർമിനൽ അടച്ചു പൂട്ടപ്പെട്ടിരുന്നു. ജിൻഹി തന്റെ സ്ഥിരം ഉപഭോക്താക്കൾക്കായി കൈകൊണ്ടെഴുതിയ ഒരു ചെറിയ കുറിപ്പ് അവിടെ വെച്ചു. എന്റെ കട അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് മാറ്റിയിരിക്കുന്നു. അവിടെ അവൾ ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു കട നടത്തുകയാണ്. പുറത്ത് അവളുടെ ഡംപ്ലിങ്സ് കഴിക്കാൻ വലിയൊരു നിര തന്നെയുണ്ട്. ആ മുഖങ്ങൾക്കിടയിൽ കൗതുകത്തോടെ കടന്നുവരുന്ന ഒരു ജാപ്പനീസ് മനുഷ്യനുമുണ്ടായിരുന്നു. ഡംപ്ലിങ്സ് വാങ്ങി അയാൾ ഒരു കടി കടിച്ചു. അയാൾ അവളുടെ ഒരു സ്ഥിരം ഉപഭോക്താവായി മാറിയിരുന്നു. ഒരു ദിവസം ജിൻഹി ഓഫീസർ ഹുവയെ കണ്ടു. അദ്ദേഹം തന്റെ കുട്ടികളോടൊപ്പം ന്യൂഡിൽസ് തിരയുകയാണ്. അവൾ അദ്ദേഹത്തോട് തന്റെ പുതിയ കടയെക്കുറിച്ച് പറയുകയും തന്റെ കൂടെ വരാൻ നിർബന്ധിക്കുകയും ചെയ്തു. അവർ ആ ക്ഷണം സ്വീകരിച്ചു. അധികം വൈകാതെ ഹുവയും മക്കളും അവളുടെ വീട്ടിലെത്തി. ഭക്ഷണം പാകം ചെയ്ത് അവൾ അവർക്ക് നൽകി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കുട്ടികൾ പറഞ്ഞു, അമ്മ പോയ ശേഷം ഞങ്ങൾ ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോഴാണ് കാര്യങ്ങളൊന്നുകൂടി വ്യക്തമാകുന്നത്. ഹുവയുടെ ഭാര്യ ഇപ്പോഴില്ല. ജിൻഹിയെപ്പോലെ അവനും തനിച്ചാണ് കുട്ടികൾ വളർത്തുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹുവ ഒരു ഫോമുമായി അവളുടെ കടയിലെത്തി. നീന്തൽ പരിപാടിക്കുള്ള എൻറോൾമെന്റ് പേപ്പറുകളായിരുന്നു അത്. അവരുടെ കുട്ടികളെ ഒന്നിച്ച് ആ പരിപാടിക്ക് ചേർക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും 1 വർഷം കൂടി കടന്നുപോയി. ജിൻഹി ഗ്രാമത്തിലുള്ള തന്റെ അമ്മയെ സന്ദർശിക്കാൻ മക്കളെയും കൂട്ടി നാട്ടിലേക്ക് പോയി. ഇത്രയും വർഷങ്ങളായി അവൾ ഒരു സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണെന്നും ഭർത്താവിനും അമ്മായിയമ്മയ്ക്കുമൊപ്പം ഹോങ്കോങ്ങിൽ സുഖമായി ജീവിക്കുകയാണെന്നുമായിരുന്നു അവളുടെ അമ്മ വിശ്വസിച്ചിരുന്നത്. അന്നാദ്യമായി ജിൻഹി അമ്മയോട് സത്യം പറഞ്ഞു. എല്ലാം കേട്ടിരുന്ന അവളുടെ അമ്മ ഒരു വാക്കുപോലും പറയാതെ വിതുമ്പിക്കരഞ്ഞു. തന്റെ മകൾ എത്രത്തോളം കഷ്ടപ്പെട്ടിരിക്കാമെന്ന് ആ അമ്മയ്ക്ക് കൃത്യമായിട്ടറിയാമായിരുന്നു. ഹോങ്കോങ്ങിൽ തിരിച്ചെത്തിയപ്പോ ദിവസങ്ങൾ ശാന്തമായ ഒരു താളത്തിലൂടെ അവളിൽ ഒഴുകി നീങ്ങി. മണിക്കൂറുകളോളം ഡംപ്ലിങ്സ് ഉണ്ടാക്കിയ ശേഷം ജിൻഹി കൈവേദനയുമായി വീട്ടിലെത്തുമ്പോ ഹോങ് അവൾ കരികിലിരുന്ന് ചോദിക്കാതെ തന്നെ അവ മസാജ് ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു പുതിയ പ്രശ്നം ഉടലെടുത്തു വന്നത്. നവീകരണത്തിനായോ മറ്റോ പാർക്കിനടുത്തുള്ള കടകൾ കുറച്ചു കാലത്തേക്ക് അടച്ചിടണം. ആ സമയത്ത് ഹോം ഡെലിവറി നടത്താമെന്ന് ജിൻഹി തീരുമാനിച്ചു. ടെലിഫോൺ ഉപയോഗിച്ചോട്ടെ എന്നവൾ ഹോങ്ങിനോട് ചോദിച്ചു. ഹോങ്ങിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവൾ അതിന് സമ്മതിച്ചു. അങ്ങനെ വീട്ടിലിരുന്നിട്ടും ജിൻഹിക്കായുള്ള ഓർഡറുകൾ വന്നുകൊണ്ടേയിരുന്നു. ഒരു വൈകുന്നേരം എല്ലാവരും ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഹോങ് പറഞ്ഞു. ഓഫീസർ ഹുവയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. നിന്റെ കുട്ടികൾക്കും അവന്റെ കുട്ടികൾക്കും ഒരു യഥാർത്ഥ കുടുംബം ലഭിക്കും. നിന്റെ ജീവിതത്തിൽ നീ നല്ലൊരു പാർട്ട്ണറെ അർഹിക്കുന്നുണ്ട്. അതിനിടയിൽ ഹുവ ജിൻഹിയുടെ മൂത്തമകൾ ബായോട് ശാന്തമായി ചോദിച്ചു, അമ്മ ഈ അവധി ദിവസങ്ങളിൽ എവിടെ പോകാറുള്ളത്? ശ്മശാനത്തിലാണ് പോവാറുള്ളത് എന്ന് ബാ ലളിതമായി പറഞ്ഞു. അടുത്ത ദിവസം ജിൻഹി അങ്ങനെ പോയപ്പോ ഹുവ അവിടെ എത്തി. ജിൻഹിയുമായി സംസാരിച്ചു. അവളോട് ചോദിച്ചു, നീ എന്താ പതിവായി ഈ ശ്മശാനം സന്ദർശിക്കുന്നത്? ജിൻഹി പറഞ്ഞു, ഈ നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വെച്ച് ഏറ്റവും ശാന്തതയുള്ളത് ഇവിടെയാണ്. ഹുവ അവൾ കരികിലിരുന്നു. എന്നിട്ട് അവളോട് സംസാരിച്ചു. ഞാൻ എന്റെ കുട്ടികളോടൊപ്പം കാനഡയിലേക്ക് മാറാൻ പദ്ധതിയിടുകയാണ്. മികച്ച സ്കൂളുകളും മികച്ച ജീവിതവും അവിടെയുണ്ട്. കൂട്ടത്തിൽ അവളെയും അവളുടെ കുട്ടികളെയും താൻ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം ഹുവ വെളിപ്പെടുത്തി. ഹുവ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജിൻഹിക്ക് വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഹുവ തുടർന്നു പറഞ്ഞു, സത്യത്തിൽ നീ ടെർമിനലിൽ ജോലി ചെയ്യുമ്പോഴേ ഞാൻ നിന്നെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ദിവസം മുഴുവൻ ജോലി ചെയ്ത ശേഷം നീ ആ തൂണിൽ ചാരി ക്ഷീണിച്ച് ചിന്താക്കുഴപ്പത്തിൽ അവസാന ഫെറിക്കായി കാത്തുനിൽക്കുമായിരുന്നു. കുട്ടികൾക്ക് ആവശ്യത്തിന് പണം ലഭിക്കുമോ എന്നാകുലപ്പെടുമായിരുന്നു. ഞാൻ മാറി നിന്ന് നിന്നെ നോക്കുമ്പോ ഞാൻ ചിന്തിച്ചു, എന്റെ കുട്ടികൾക്കും നിന്നെപ്പോലെ സ്നേഹനിധിയായ ഒരാളെയാണ് ആവശ്യമെന്ന്. അവൻ അവളുടെ മുമ്പിലേക്ക് അവന്റെ കൈ നീട്ടി. ജിൻഹി അതിലേക്ക് നോക്കി. എന്നാൽ അവൾ ആ കൈയിൽ പിടിക്കാൻ കൂട്ടാക്കിയില്ല.
പിന്നീട് ഒരു ദിവസം ഒരു യുവതി ജിൻഹിയുടെ കടയിൽ വന്ന് തന്റെ മുതലാളിക്ക് അവളെ കാണാൻ താല്പര്യമുണ്ടെന്ന സന്ദേശം അറിയിച്ചു. ജിൻഹി അവളെ ഓഫീസിലേക്ക് പിന്തുടർന്നു. അവിടെ അവൾക്കേറെ പരിചയമുള്ള ആ ഒരു മനുഷ്യനെ അവൾ മുഖാമുഖം കണ്ടു. അവളുടെ സ്ഥിരം കസ്റ്റമറായ ആ ജാപ്പനീസ് വ്യക്തി. അദ്ദേഹം നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു. ഞങ്ങൾക്ക് ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുണ്ട്. ഞങ്ങൾ അവിടെയെല്ലാം വിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നിന്റെ ഡംപ്ലിങ്സും വിൽക്കണം. പക്ഷേ ഓർഡർ ക്വാണ്ടിറ്റി വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നിനക്ക് സ്വന്തമായ ഒരു ഫാക്ടറി തുടങ്ങേണ്ടി വരും. നീ അതിന് തയ്യാറാണോ? ജിൻഹി ഒട്ടും മടിക്കാതെ അതിന് സമ്മതിച്ചു. താൻ സ്നേഹിക്കുന്ന എല്ലാവരും തന്റെ ചുറ്റുമുള്ളപ്പോ തനിക്കതിന് സാധിക്കുമെന്ന് അവൾ ഉറച്ചിരുന്നു. അങ്ങനെ അവൾ തന്റെ ഫാക്ടറി തുറന്നു. ഉൽപാദനം വേഗത്തിലാക്കാൻ ഒരു ചെറിയ ടീമിനെ നിയമിച്ചു. എങ്കിലും ജിൻഹി എല്ലാ ദിവസവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം അവൾ തന്നെ നേരിട്ട് മേൽനോട്ടം വഹിച്ചു. അതിനിടയിൽ ഓഫീസർ ഹുവയാകട്ടെ അപ്പോഴും പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. അവൻ അവൾക്കായി ഒരു കനേഡിയൻ ഇമിഗ്രേഷൻ ഫോം കൊണ്ടുവന്നു. അവൾ തന്റെ കൂടെ വരണമെന്ന് അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അവളെയും മക്കളെയും ഒരിക്കൽ കൂടി അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൾ അവനോട് മൃദുവായി എന്നാൽ വ്യക്തമായി പറഞ്ഞു, എന്റെ ബിസിനസ്സൊക്കെ ഇവിടെയാണ്. എന്റെ ഭാവിയും ഇവിടെയാണ്. കാനഡ ഇപ്പോൾ എനിക്ക് പോകാൻ കഴിയുന്ന ഒരു വഴിയല്ല. നിരാശയോടെ ഹുവ അവിടെ നിന്ന് നടന്നു പോകുമ്പോ അവൾ ജനലരികിൽ നിന്ന് ഹുവയെ നോക്കി നിന്നു. പലതരം വികാരങ്ങളുടെ ഒരു തിരമാല അവളുടെ ഹൃദയത്തിലെ പാറക്കെട്ടിൽ വന്നടിച്ചു പതഞ്ഞു മാറി. ദിവസങ്ങൾ വീണ്ടും മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ ഫാക്ടറിയിൽ വെച്ച് തന്റെ ജീവനക്കാർ ഡംപ്ലിങ്സിന്റെ പുറംഭാഗം വളരെ കട്ടിയുള്ളതും വരണ്ടതുമാക്കി മാറ്റിയതായി അവൾ കണ്ടെത്തി. അവൾ ഒട്ടും മടിച്ചില്ല. ആ ബാച്ച് മുഴുവൻ തിരിച്ചു വിളിക്കാനും നശിപ്പിച്ചു കളയാനും അവൾ ഉത്തരവിട്ടു. അന്ന് സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ഡെലിവറി മുടങ്ങി. അതവൾക്ക് വലിയ നഷ്ടമുണ്ടാക്കി. എങ്കിലും അവൾ പിന്മാറിയില്ല. ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ അവൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തില്ല. ആ വാർത്തകൾ വലിയ രീതിയിൽ പരന്നു. കൂടുതൽ സൂപ്പർ മാർക്കറ്റുകൾ അവളെ തേടിയെത്തി. കൂടുതൽ ശൃംഖലയിലേക്ക് അവളുടെ ഡംപ്ലിങ്സുകൾ പരന്നു. എല്ലാവർക്കും അവരുടെ ഷെൽഫുകളിൽ അവളുടെ ഡംപ്ലിങ്സ് വേണമായിരുന്നു. ജിൻഹിയുടെ ഡംപ്ലിങ്സ് ബിസിനസ് വലിയ രീതിയിൽ വളർന്നു. എല്ലാവരുമായും ജിൻഹി കരാറിലെത്തി. പ്രധാനപ്പെട്ട ഒരു നിബന്ധനയും വെച്ചു. പാക്കേജിങ്ങും പേരും എപ്പോഴും അവളുടേതായിരിക്കണം. അങ്ങനെ അവളുടെ ഡംപ്ലിങ്സ് രാജ്യം മുഴുവൻ പടർന്നു. അങ്ങനെയിരിക്കെ അവളുടെ ഫോൺ അടിച്ചു. നാട്ടിൽ നിന്നുള്ളൊരു കോളായിരുന്നു അത്. വേഗം വീട്ടിലേക്ക് വരിക. ജിൻഹി വേഗത്തിൽ പുറപ്പെട്ട് വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോ അമ്മ മരണപ്പെട്ടിരുന്നു. അവളന്ന് പൂർണ്ണമായും തകർന്നുപോയി. അമ്മയുടെ വേർപാട് ജിൻഹിയേറെ വേദനിപ്പിച്ചിരുന്നു. പക്ഷേ ജിൻഹി അതിൽ നിന്നും സ്വയം വീണ്ടെടുത്തു. അവൾ പിന്നീട് വലിയൊരു ഫാക്ടറി തുറന്നു. കൈകൾ വേദനിപ്പിച്ചിരുന്ന കഠിനമായ മാവ് കുഴയ്ക്കുന്ന ജോലികൾ ഇപ്പോൾ മെഷീനുകൾ കൈകാര്യം ചെയ്യുന്നു. ഹോങ് ചിരിയോടെ പറഞ്ഞു, ഇനി എനിക്ക് നിന്റെ കൈകൾ മസാജ് ചെയ്യേണ്ടി വരില്ലെന്ന് തോന്നുന്നു. ജിൻഹി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലുമില്ല. ഹോങ് ജിൻഹിയുടെ കൈകളിൽ എന്തോ വെച്ചുകൊടുത്തു. ഒരു ചെറിയ പ്രാർത്ഥനാ വിഗ്രഹമായിരുന്നു അത്. നഗരം ഉണരുന്നതിന് മുമ്പ് എല്ലാവരുടെ വെളുപ്പാങ്കാലത്തും ജിൻഹി പ്രാർത്ഥിച്ചിരുന്ന അതേ വിഗ്രഹം. അവൾ അതിജീവിച്ച ഓരോ കഠിനമായ ദിവസത്തിന്റെയും പ്രതീകമായ ഒരു കഷ്ണം. ഒരിക്കൽ ഒരു ഉച്ചതിരിന് വീട്ടിലേക്കുള്ള വഴിയിൽ ജിൻഹി വഴിയരികിൽ ഒഴിഞ്ഞ കുപ്പികൾ ശേഖരിക്കുന്ന പ്രായം ചെന്നൊരു വൃദ്ധനെ കണ്ടു. കൂനിക്കൂടിയ ശരീരമുള്ള വ്യക്തി. അവൾ വണ്ടിയുടെ വേഗത കുറച്ചു. പിന്നീട് സൂക്ഷിച്ചു നോക്കി. അവളുടെ ഹൃദയം നിലച്ചുപോയി. അത് അങ്കിൾ ഡെസേർട്ട് ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ അവരുള്ള ഇടത്തു നിന്നും അങ്കിൾ ഡെസേർട്ട് പോയിരുന്നു. അവൾക്ക് പിന്നീട് അദ്ദേഹത്തെ കണ്ടെത്താനുമായില്ല. അവൾ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് നേരെ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹത്തെ ഇരുത്തി അവൾ പറഞ്ഞു, താങ്കൾ ഞങ്ങളോടൊപ്പം താമസിക്കണം. ഇന്നു മുതൽ ഞാൻ താങ്കളെ നോക്കും. എന്റെ ജീവിതം ഏറ്റവും ഇരുണ്ടതായിരുന്നപ്പോ എനിക്കൊരു പിതാവിനെ പോലെ നിങ്ങൾ കൂടെയുണ്ടായിരുന്നു. എന്റെ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നു. ഒരിക്കലും ഞാനതൊന്നും മറക്കില്ല. എന്റെ ജീവനുള്ളിടത്തോളം കാലം എനിക്കത് മറക്കാനുമാകില്ല. അവൾ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പ്ലേറ്റ് ഡംപ്ലിങ്സ് വെച്ചു. അത് കഴിക്കാൻ ആവശ്യപ്പെട്ടു. അവൾ ചോദിച്ചു, ഇപ്പോഴും പഴയ അതേ രുചിയുണ്ടോ? അങ്കിൾ ഡെസേർട്ട് പറഞ്ഞു, ഇത് കൂടുതൽ നന്നായിട്ടുണ്ട്. മുൻപത്തേതിനേക്കാൾ രുചികരമാണ്. ജിൻഹിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് തെരുവിലൊരു കുട്ടി ബർഗർ കഴിക്കുന്നത് ജിൻഹി കണ്ടു. എന്തോ തോന്നി അവൾ ഫാക്ടറിയിലുള്ള എല്ലാവർക്കും ബർഗർ ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. പിന്നീട് അവൾ അവരെയെല്ലാം ഒന്നിച്ചുകൂട്ടി പറഞ്ഞു, ഇത് ഒരു അമേരിക്കൻ ഭക്ഷണമാണ്. പക്ഷേ എങ്ങനെയോ അത് നമ്മുടെ നഗരത്തിലും എത്തിയിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഡംപ്ലിങ്സിനും വേണ്ടത്. അവ ലോകത്തിലെ എല്ലാ നഗരങ്ങളിലും എത്തണം. അവളുടെ മകൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരാശയം പങ്കുവെച്ചു. എന്റെ ഒരു കൂട്ടുകാരന്റെ കമ്പനി ഫ്രോസൺ ഫുഡ് വിതരണത്തിൽ വിദഗ്ധരാണ്. ഒരു രാജ്യത്തെ രുചികൾ ലോകമെമ്പാടും അവർ എത്തിക്കുന്നുമുണ്ട്. നമുക്ക് അവരുമായി സംസാരിച്ചാലോ? ജിൻഹി അത് കേട്ട് സമ്മതിച്ചു. അവരുമായി സംസാരിച്ച് ഒടുവിൽ കരാർ ഒപ്പിട്ടു. അങ്ങനെ
അങ്ങനെ അവളുടെ ഡംപ്ലിങ്സ് അന്താരാഷ്ട്ര തലത്തിലേക്ക് കടന്നു. അതിന്റെ ലോഞ്ച് ദിവസം ജിൻഹി എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഹൃദയം തുറന്ന് സംസാരിച്ചു. ഇന്ന് ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതിവിടെ വരെ എത്തിക്കാൻ സഹായിച്ച ഓരോ വ്യക്തിക്കും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു അപരിചിതയെ വിശ്വസിക്കുകയും ഈ നഗരത്തിലെത്താൻ സഹായിക്കുകയും ചെയ്ത പ്രായമായ ദമ്പതികൾക്ക് അവൾ നന്ദി പറഞ്ഞു. തന്റെ പേപ്പറുകൾ ശരിയാക്കി തനിക്ക് തുടങ്ങാനൊരിടം നൽകിയ കസിൻ ജിന്നിന് അവൾ നന്ദി പറഞ്ഞു. തന്റെ വീട്ടുടമസ്ഥയും സംരക്ഷകയും എല്ലാ അർത്ഥത്തിലും മൂത്ത സഹോദരിയുമായ ഹോങ്ങിനും അവൾ നന്ദി പറഞ്ഞു. തന്റെ അസാധ്യമായ ദിവസങ്ങളിൽ കുറച്ചു മണിക്കൂറുകളുടെ അധിക വരുമാനം അവൾക്ക് നൽകിയ ട്രാം ജോലി നൽകിയ ആ വൃദ്ധന് അവൾ നന്ദി പറഞ്ഞു. പിന്നീട് അവൾ അങ്കിൾ ഡെസേർട്ടിനെ കുറിച്ച് സംസാരിച്ചു. തന്റെ കുട്ടികളുടെ വായിൽ ഭക്ഷണം വെക്കാൻ തനിക്ക് കഴിവില്ലാതിരുന്നപ്പോ താനെല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറായപ്പോ തനിക്ക് ഭക്ഷണം നൽകിയ തന്റെ കുട്ടികളെ സംരക്ഷിച്ച അദ്ദേഹത്തിന് അവൾ നന്ദി അറിയിച്ചു. ഒടുവിൽ അവൾ ഓഫീസർ ഹുവയ്ക്കും നന്ദി പറഞ്ഞു. തങ്ങളെ ഓടിച്ചു വിടുന്നതിന് പകരം ടെർമിനലിൽ നിന്ന് കച്ചവടം ചെയ്യാൻ അനുവാദം നൽകിയ ആ മനുഷ്യൻ, ആ ഒരു ദയാപ്രവൃത്തി ഇല്ലായിരുന്നെങ്കിൽ ഇന്നിതൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നവൾ പറഞ്ഞു വെച്ചു. ആ പ്രസംഗത്തിനു ശേഷം അവൾ അന്ന് മക്കളെയും കൂട്ടി വീണ്ടും തുറമുഖത്തേക്ക് പോയി. എല്ലാം തുടങ്ങിയ ആ പഴയ സ്ഥലത്തേക്ക് അവൾ ആ ഓർമ്മകളിലൂടെ നടന്നു. തന്നിൽ നിന്ന് ആദ്യമായി ഡംപ്ലിങ്സ് വാങ്ങിയ സ്കൂൾ കുട്ടികൾ, പോലീസ് യൂണിഫോം കാണുമ്പോൾ ചിതറിയോടിയിരുന്ന ആ ദിവസങ്ങൾ, മുന്നോട്ട് നടന്നിയവൾ ആ തൂണ് കണ്ടെത്തി. ഒരു ദിവസത്തെ അധ്വാനത്തിനു ശേഷം അവൾ ചാരി നിന്നിരുന്ന അതേ തൂൺ തണുത്ത കോൺക്രീറ്റിൽ തന്റെ പുറമമർത്തി അവസാനത്തെ ഫെറിക്കായി കാത്തിരുന്ന് നാണയങ്ങൾ എണ്ണി ഇത് തികയുമോ എന്നാകുലപ്പെട്ടിരുന്ന ആ ഇടം. അവളിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എത്രത്തോളം താഴേക്ക് വീഴാൻ കഴിയുമെന്നും എത്രത്തോളം ഉയരാൻ കഴിയുമെന്നും ചിന്തിച്ചു. ജീവിതം നിങ്ങളിൽ നിന്നെന്താണ് എടുത്തു മാറ്റുന്നതെന്നും അത് ശാന്തമായി എന്താണ് തിരികെ നൽകുന്നതെന്നും അവൾ ആലോചിച്ചു. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഈ സിനിമ ആ ദൃശ്യങ്ങളിൽ അവസാനിക്കുകയാണ്. യഥാർത്ഥ ദി ഡംപ്ലിംഗ് ക്വീൻ 2019 അന്തരിച്ചു. എങ്കിലും അവളുടെ പേര് ചൈനയുടെ ചരിത്രത്തിലും അവളുടെ ഡംപ്ലിങ്സ് രുചിച്ച ഓരോരുത്തരുടെയും ഹൃദയത്തിലും തോറ്റുകൊടുക്കാൻ വിസമ്മതിച്ച എല്ലാവരുടെയും ഹൃദയത്തിലും സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.